ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യോഗ ഗെയിമിംഗ്. അപ്പോൾ നമ്മളിവിടെ 2-3 ക്രാഫ്റ്റ് ലാൻഡ് മാപ്പിനെ പറ്റിയൊക്കെ പരിചയപ്പെട്ടു. ഇന്ന് അടുത്തൊരു ക്രാഫ്റ്റ് ലാൻഡ് മാപ്പിനെ നമുക്ക് പരിചയപ്പെടാം. ഇത് ഇത്തിരി റിസ്ക്കും ഇത്തിരി ബുദ്ധിപൂർവ്വം കളിക്കേണ്ട ഒരു ക്രാഫ്റ്റ് ലാൻഡ് മാപ്പാണ്. ക്ഷമ വേണം, മെയിനായിട്ട് ഇതിന് വേണ്ടത് ക്ഷമയാണ്. അപ്പോൾ ഈ ക്രാഫ്റ്റ് ലാൻഡിൻ്റെ പേര് ക്ലൈംബ് അപ്പ് എന്നാണ്. ഒരുപാട് ക്ലൈംബ് ചെയ്യണം, എന്നാലേ മുകളിലെത്താനായിട്ട് പറ്റുള്ളൂ. ഇത്തിരി ഡിഫിക്കൽട്ടാണ് ഇത് കളിക്കാനായിട്ട്. പക്ഷേ ഇത് നമ്മൾ തോറ്റ് ബോറടിച്ചിരിക്കുന്ന സമയത്ത് കളിക്കാൻ കയറിക്കഴിഞ്ഞാൽ ഇത് കളിച്ച് നല്ല ദേഷ്യം വരും. അതുകൊണ്ട് നല്ല കൂളായിട്ടിരിക്കുമ്പോൾ കളിക്കാൻ പറ്റിയൊരു മാപ്പാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ലെവൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്നിന്ന് താഴെ വീണ് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നേന്ന് കയറേണ്ടി വരും. ഒന്നേന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ആക്കാനുള്ളതുണ്ട്. അപ്പോൾ ഏത് സ്റ്റേജിലാണോ ഫെയിലായത് ആ സ്റ്റേജിൻ്റെ ഫസ്റ്റ് വരും. അപ്പോൾ ആ കളി തുടങ്ങിയിരിക്കുകയാണ്. ഇതുപോലെ ചാടി ചാടി പോകണം. നമ്മൾ താഴെ ആയി പോയി കഴിഞ്ഞാൽ വീണ്ടും ഫസ്റ്റ് വരും. ഇത് നന്നായിട്ട് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണ ഒരാൾക്കാണെങ്കിൽ സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു മാപ്പാണ്. താഴെ വീഴാതെ നോക്കിയാൽ മതി. അഡ്ജസ്റ്റ്മെൻറ്റിലും കളിച്ച് പോയാൽ മതി. നമ്മളിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലാണ് എത്തിയേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് പോകില്ല. കണ്ട് ഇവിടെ ഓരോ സർക്കിളായിട്ട് കാണുന്നുണ്ടോ? അവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ സ്റ്റേജാണ്. നമ്മൾ അവിടെ നിന്ന് തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ സർക്കിളിൻ്റെ അവിടെ വന്ന് നിൽക്കുകയുള്ളൂ. അതിലും പുറകിലോട്ട് പോകില്ല. അതുകൊണ്ട് അത്രയും ആശ്വസിക്കാം. പക്ഷേ നമ്മൾ ഈ വീണത് അത്രയും അനുസരിച്ച് വീണ്ടും നമ്മൾ ആ ലെവലിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. അപ്പോൾ ക്ഷമയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, ഇതെന്തോന്ന് മാപ്പ്, കളഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞ് എടുത്ത് കളഞ്ഞിട്ട് പോവും. ഞാൻ നല്ല കൂളായിട്ടിരിക്കുന്ന സമയത്ത് കളിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കളി 2 കളി ഉണ്ടെന്നും ചിലപ്പോൾ നമുക്ക് ഫിനിഷിംഗ് പോയിൻ്റ് എത്താൻ പറ്റില്ല. ഇതുവരെയൊക്കെയാണ് ഏകദേശം ഈസി ഉള്ളൊരു ലെവൽ. ഇത് തൊട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും ബാക്കി അങ്ങോട്ടുള്ളതെല്ലാം. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് താഴെ പോവും. നമ്മൾ അടുത്ത ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് നിൽക്കുകയുള്ളൂ. ഇവിടെ നിന്ന് ബാക്കിലോട്ട് പോവില്ല. അത്രയും ആശ്വസിക്കാം. ഇവിടെ നിന്ന് അടുത്ത ലെവലിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ഇത് കളിക്കുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള റൗണ്ട് ഇതാണ്. കാരണം ഈ കുതിരയുടെ മണ്ടയ്ക്ക് ചാടുന്നതോ അതിൻ്റെ അവിടെ നിന്ന് ബാക്കി പോകുന്നത് ഇത്തിരി ടാസ്ക്കാണ്. നമ്മൾ ശ്രദ്ധിച്ച് ചാടിയാൽ പറ്റും. ചിലർക്ക് ഒറ്റ റൗണ്ടിൽ തന്നെ അത് ക്ലിയർ ആവും. നമ്മൾ ഒരുപാട് വട്ടം കളിച്ച് വന്നാലും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് ഇത് എത്ര കളിച്ചാലും ഇവിടെ എത്തുമ്പോൾ ഞാൻ ഒരു 4-5 വട്ടമെങ്കിലും താഴെ പോയിരിക്കും. ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് ചാടണം. കണ്ട നമ്മൾ ടീമായിട്ടല്ല ഇപ്പോഴും താഴെ കിടക്കണതേ ഉള്ളൂ. അവർ താഴെ നിൽക്കണതേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് ടയർ ചവിട്ടി മേളിൽ പോയാൽ മതി. അവിടെ നിന്ന് താഴെ പോകാൻ നോക്കണം. ടയറിൽ തന്നെ കറക്റ്റ് ചവിട്ടണം. പിന്നെ ഉള്ളത് ഈ സിപ്പ് ലൈനാണ്. ഈ സിപ്പ് ലൈൻ പിടിച്ച് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് എത്തി. പിന്നെ ഇവിടെ എനിക്ക് കയറാൻ കുറച്ച് സിമ്പിളാണ്. പക്ഷേ എന്നാലും ചില സമയത്ത് താഴെ പോവും. ഒരു നെയ്ക്കിനങ്ങ് കയറിക്കഴിഞ്ഞാൽ അങ്ങ് കയറും. ഒന്ന് നിന്ന് പോയാൽ പിന്നെ പാടാണ്. കണ്ട, ഇതെനിക്ക് ഈസി ആയിട്ട് ഇവിടെ കുറച്ച് കയറാൻ പറ്റും. പക്ഷേ എവിടെന്നെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഒന്നേ ചെയ്യണം. അത് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ഇത്രയും കയറി വന്നിട്ട് താഴെ പോകുമ്പോഴത്തേക്കും വീണ്ടും റിപ്പീറ്റ് അടിച്ച് അത് തന്നെ കയറിക്കൊണ്ടിരിക്കേണ്ടി വരും. ആദ്യമൊക്കെ ഇത് കളിച്ചപ്പോൾ എനിക്ക് നല്ല പോലെ ഡിഫിക്കൽറ്റി ആയിട്ടുള്ളതായിരുന്നു. കാരണം ഞാൻ ആ ഫസ്റ്റ് റൗണ്ട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ കുതിര ഇരിക്കണതിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ ഇതിൽ കയറി പോണ പലരും ഫിനിഷിംഗ് പോയിൻ്റ് എത്തുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് എങ്ങനെയാണെന്ന് കാണാനുള്ളൊരാഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വീണ്ടും ഞാൻ പ്രാക്ടീസ് ചെയ്ത് തന്നെ ഇത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ്
എനിക്കിത് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റിയത്. നല്ലപോലെ ഒരു വിധം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ നേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് സിമ്പിളായിട്ട് കയറാൻ പറ്റും. ഞാൻ വീണ്ടും ഓടാൻ താഴെ പോയി. പക്ഷെ എന്തോ ഗരീനയ്ക്ക് എൻ്റെ അടുത്ത് മനസ്സലിവ് തോന്നിയിട്ടായിരിക്കും വീണ്ടും അതിൻ്റെ ആദ്യം തൊട്ട് തന്നില്ല. അടുത്ത റൗണ്ടിലാണ് എന്നെ ഇതിനകത്തോട്ട് അവർ കയറ്റിയത്. ചിലതൊക്കെ ഇതുപോലെ മണ്ടത്തരം കാണിച്ചാണ് കേട്ടോ താഴെ പോകണത്. അതൊക്കെ ശ്രദ്ധിച്ച് കളിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. മറ്റതൊക്കെ കയറി വരാമെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്. അത്രയും നമ്മൾ കയറേണ്ട ഇതിലൊന്നും. അവിടെ എന്താ നമ്മൾ അടുത്ത ലെവലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്തയിലോട്ട് ചാടണമെങ്കിൽ നമ്മൾ ആ ലാസ്റ്റ് ഡൈസിൻ്റെ ഇവിടെ നിന്നാൽ മാത്രമേ അടുത്തയിലോട്ട് ചാടാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ താഴെ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ജമ്പ് ചെയ്ത് അപ്പുറത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ലാസ്റ്റ് ഡേയ്സിൻ്റെ മണ്ടയിൽ കയറാനായിട്ട് നോക്കണം. ലാസ്റ്റ് ഡേയ്സിൻ്റെ മണ്ടയിൽ കയറി കഴിഞ്ഞാൽ ഈസിയാണ്. പിന്നെ ഈ പോണ സാധനത്തിൽ അത്യാവശ്യം ചാടാൻ ഈസിയാണ്. നമ്മൾ ചാടുന്ന അതേ ഡിസ്റ്റൻസിൽ തന്നെ ഒന്ന് ജമ്പ് ചെയ്ത് പോയാൽ മതി. അവിടെ വേറെ പ്രശ്നമൊന്നും വരണില്ല. ഈസി ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയും. നമ്മൾ ഏകദേശമൊക്കെ ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. നമ്മളിത് കഷ്ടപ്പെട്ട് കളിച്ചിട്ട് ഈ ഫിനിഷിംഗ് പോയിൻറ്റിൽ എത്തുമ്പോഴുള്ള സന്തോഷം അതൊന്ന് വേറെ തന്നെ. ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം ഇത്തിരി സിമ്പിളാണ്. നമുക്ക് ചാടാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ച് ചാടിയാൽ മതി. പിന്നെ നെറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി വന്നൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമാണ് നമുക്കത് അടുത്തതിലോട്ട് ജമ്പ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ഇവിടെ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലങ്ങ് ചാടിയാൽ മതി. നമുക്ക് ചാടുന്ന ഡിസ്റ്റൻസിലുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് അവിടെ ചാടിക്കഴിഞ്ഞാൽ ഈ ലെവൽ നമ്മൾ കംപ്ലീറ്റ് ആയി. നമ്മളിവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ മാപ്പ് ഫുള്ള് രാത്രി ആയ ഒരു മോഡിൽ, നൈറ്റ് മോഡിൽ പോകും എന്ന് തന്നെ പറയാം. നമ്മൾ ഇതിനകത്തുള്ള എല്ലാ ടീംമേറ്റുകൾക്കും കാണാൻ പറ്റും. കാരണം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലെവൽ. ഇത് കയറി അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൽ ഫിനിഷ് ആയിട്ടുണ്ട്. പക്ഷേ എന്തോ ഫിനിഷിംഗ് പോയിൻ്റ് എത്താനുള്ളൊരു ആക്രാന്തം കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഫിനിഷിംഗ് പോയിൻ്റ് അങ്ങോട്ട് എത്തണില്ല. ഒരു 4-5 വട്ടം ഞാൻ താഴെ പോവും. അവസാനം എങ്ങനെയൊക്കെയോ കയറി പറ്റും. ഇവിടെ ഇത്തിരി ഡിസ്റ്റൻസ് കൂടുതലാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ചാടിയില്ലെങ്കിൽ പോവും. ഞാൻ വീണ്ടും താഴെ പോകുമെന്ന് തോന്നുന്നു. പോയി ഇത്രയും കൂടെ ഉള്ളൂ. ഇത് ഇത്രയും ജമ്പ് ചെയ്ത് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷിംഗ് പോയിൻ്റ് ആയി. നമ്മൾ ഫിനിഷിംഗ് പോയിൻ്റ് എത്തിയിരിക്കുകയാണ്. എത്തുമ്പോഴുള്ള സന്തോഷം അതൊന്ന് വേറെ തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെവൽ കയറി വരാൻ എത്ര വട്ടം താഴെ വീണ് വീണ്ടും കയറണമെന്നറിയാമോ? അപ്പോൾ ഇത് നല്ല ക്ഷമയോട് കൂടി കളിക്കാൻ പറ്റിയവർ ഇത് കയറി ഒന്ന് കളിച്ച് നോക്കണം. ത്രില്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫിനിഷിംഗ് പോയിൻ്റിൽ എത്താൻ വേണ്ടി നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷേ വീഴുമ്പോൾ ഇതെന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയാൽ പറ്റൂല. ഞാനിത് ഫിനിഷിംഗ് പോയിൻ്റ് എത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് കളി കളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം നാളെ കാണാം. ബൈ.